ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയൻ ദശകം 24 പ്രഹ്ലാദചരിതം ശ്ലോകം 9. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം രുഷാന്ത പ്രാഹൈനം കുലഹതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം. ബാലപ്രകരമഖിലം ചേർത്തിട്ട് എപ്പോഴും പറയാറുണ്ടല്ലോ ബാലനിലത്തെ ബ എന്നതേ ബാലൻ എന്നാണ്. ബാലപ്രകരം അഖിലം, ബാലപ്രകരമഖിലം. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വത് സ്തുതിപരം ചേർത്തിട്ട് ത്വത് സ്തുതിപരം. രുഷാ അന്ധ ചേർത്തിട്ട് രുഷാന്ധ. ന്ധ എന്നുള്ളത് നാഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗമുണ്ട്. പ്രാഹ ഏനം പ്രാഹൈനം. കുലഹതക ക തേ ചേർത്തിട്ട് കസ്തേ. ബലം ഇതി ബലമിതി. ബലം മേ വൈകുണ്ഠ. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ തവ എന്ന് ചൊല്ലിയാൽ മതി. ചേർത്ത് ചൊല്ലുമ്പം വൈകുണ്ഠസ്തവ സാന്നും കൂടി വരും, സ്ഥാനാവും ചേർത്ത് ചൊല്ലുമ്പോൾ. വിസർഗട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ തവ എന്ന് മതി. വൈകുണ്ഠ എന്നുള്ളതിൻ്റെ ഠ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. തവ ച ജഗതാം. ജഗതാം ജ എന്നാണ്. ജഗതാം ച അപി ചേർത്തിട്ട് ചാപി. സ ബലം സ ഏവ ത്രൈലോക്യം. സകലം ഇതി ചേർത്തിട്ട് സകലമിതി. ധീരോയമഗതീത്. ധീര അയം അഗതീത് ചേർത്തിട്ട് ധീരോയമഗതീത്. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധീര എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അഗതീത് അഗതീത്. ദ എന്നുള്ളത് ദയൽത്തേണ്. ദീ എന്നുള്ളതിൻ്റെ ത്. അഗതീത്. അങ്ങനെ നിർത്താം. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം രുഷാന്ത പ്രാഹൈനം കുലഹതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോ ദിദിസുത അധ പശ്ചാദ്വിഷ്ണോ നഹി പതിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. അരേ ക്വ അസൗ ക്വ അസൗ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ. മാ എന്നുള്ളത് താമാന്ന് ചേർത്ത് ചൊല്ലണം. ഹരിർ ഇതി ഹരിരിതി. പ്രഭിന്ദേ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രഭിന്ദേ സ്മ സ്തംഭം. ഭം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ചലിത കരവാളോ ദിദിസുത. ദിതി അസുരന്മാരുടെ അമ്മയുടെ പേരാണ് ദിതി. ദി ദയൽത്തെ ദ എന്നാണ് ദി എന്നുള്ളതിന്. ദിദിസുത. അവിടെ വിസർഗം. അപ്പോൾ വിസർഗം പറയണം. അധ അവിടെയും വിസർഗം. പശ്ചാത് വിഷ്ണു. പശ്ചാദ്വിഷ്ണു. ദ്വി ദ എന്ന് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. പശ്ചാദ്വിഷ്ണു
നഹി വദിതും ഈശ അസ്മി ചേർത്തിട്ട് വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ ഇവിടെയും താമ എന്നാണ്. കൃപാത്മൻ വിശ്വാത്മൻ ഇവിടെയും താമ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയ മാം മൃഡയ ഡ എന്നാണ്. ഒട്ടും ഊന്നണ്ട. ടാഠ ഡ ആ ഡ എന്നാണ്. മൃഡയ മാം അങ്ങനെ നിർത്താം. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോ ദിദിസുത അധ പശ്ചാദ് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയ മാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.